ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ശങ്കരദാസ് കോടതിയെ സമീപിച്ചത്. AV ജയശങ്കർ കൂടി ചേരുന്നു. ജയശങ്കർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കരദാസിന് ജാമ്യം നൽകുന്നില്ല. ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. വിശദാംശങ്ങൾ എന്താണ്? ഏതൊക്കെ വാദങ്ങളാണ് അംഗീകരിക്കാതിരുന്നത്? അതായത് വിനീത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട 11ാം പ്രതിയാണ് KP ശങ്കർദാസ്. ആശുപത്രിയിൽ എത്തിയാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് ഉൾപ്പെടെ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീടും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് കാണിച്ചുകൊണ്ട് പലതവണ അദ്ദേഹം സുപ്രീം കോടതി വരെ കയറുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ജാമ്യം ലഭിച്ചില്ല. ഇന്നെന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയും ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ ഈ വാദഗതികളൊക്കെ തന്നെ ഈ പ്രതിഭാഗം ഉന്നയിച്ചത് സമാനമായ രീതിയിൽ ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി തന്നെയാണ്. അദ്ദേഹത്തെ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ നോക്കുക, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. പക്ഷേ കോടതി അതൊന്നും അംഗീകരിച്ചില്ല. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ച് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിക്ക് ജാമ്യം നൽകുന്നത് ഉചിതമാകില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ട് ഇനി ആവശ്യമെങ്കിൽ വേണ്ട ചികിത്സ ഈ പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നൽകുന്നുണ്ടല്ലോ എന്നൊരു കാര്യമാണ് ഉന്നയിച്ചത്. പല പ്രതികളും സമാനമായ രീതിയിലും ഇത്തരത്തിൽ ചികിത്സ ആവശ്യം വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. അതൊക്കെ തന്നെ കോടതി തള്ളിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ശങ്കർദാസിന്റെ കാര്യത്തിലും കോടതി ജാമ്യം നിഷേധിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് KP ശങ്കർദാസിന് ജാമ്യം അനുവദിക്കാനാകില്ലെന്നാണ് കൊല്ലം വിജിലൻസ് കോടതി എന്തായാലും പറഞ്ഞു. ഇനി ജാമ്യ ഈ തള്ളിക്കൊണ്ടുള്ള ഇതിന്റെ പകർപ്പ് ഉൾപ്പെടെ വരാനുണ്ട്. കോടതിയുടെ ഉത്തരവ് ഉൾപ്പെടെ വരുമ്പോഴായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതലൊരു വ്യക്തത വരിക. ഇനി ഏതെങ്കിലും കാര്യങ്ങൾ കോടതി മാർക്ക് ചെയ്തുകൊണ്ടാണോ ഇത്തരത്തിൽ ജാമ്യം നിഷേധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. ഇനി ഇദ്ദേഹത്തിന് മേൽക്കോടതി, ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കാനുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട 6-7ഓളം പ്രതികൾ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എല്ലാം തന്നെ ഏറെക്കുറെ 5 പേരും സ്വാഭാവിക ജാമ്യമാണ്. 2 പേരാണ് അതിൽ അല്ലാതെ തന്ത്രിയും മറ്റൊരാളുമാണ് സ്വാഭാവിക ജാമ്യമല്ലാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറും KP ശങ്കർദാസും ഒക്കെ തന്നെ ജയിലിൽ തുടരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഇതുവരെ കുറ്റപത്രം നൽകാനായിട്ടില്ല. അങ്ങനെയെങ്കിൽ കുറ്റപത്രം ഇല്ല എങ്കിൽ ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മാസം ആദ്യം തന്നെ ജയിൽ മോചിതനാകുന്ന സാഹചര്യമുണ്ട്. വിനീത, ശരി. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് തള്ളിയിരിക്കുകയാണ്.